കൈക്ക് 8.5 തയ്യലൂടെ കൂട്ടി മടക്കി അടിക്കാനും എല്ലാം കൂടെ കൂട്ടി 8.5 മതി ഇതില്ലേ. ആ 8.5 എടുത്തു അടയാളപ്പെടുത്തി. ആ 8.5 തന്നെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട്. പിന്നെ ഒരു 4 ഇഞ്ചിന്റെ അവിടെ ഒരു പോയിന്റ് ഇട്ടു. എന്താന്ന് വെച്ചാൽ ആ 4 ഇഞ്ച് വരെ നമുക്ക് കളയാനുള്ളതാണ്. എന്നിട്ട് കൈവണ്ണം 6 ആണ്. 6ന്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 7 ഇട്ടു. ഇനി നമ്മൾ ഈ 4 അടയാളപ്പെടുത്തിയില്ലേ, ആ 4 അടയാളപ്പെടുത്തിയെന്ന് ഇവിടോട്ട് ഈ 7 ഇഞ്ചിന്റെ അവിടോട്ട് നമ്മൾ വരച്ചു. പിന്നെ ഇനി നമ്മളിവിടെ 8.5 അടയാളപ്പെടുത്തിയില്ലേ, ഈ 8.5 അടയാളപ്പെടുത്തിയെന്ന് നമ്മൾ ഇങ്ങോട്ട് വളച്ച് വരയ്ക്കുവാണ്. അതിനുശേഷം നമ്മൾ ഈ കൈ കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ നടു ഒന്ന് കുഴിക്കും കേട്ടോ. അതെങ്ങനാന്ന് പറഞ്ഞാല് നേരെ നടു കാണണം. ഈ 4 തൊട്ട് ഇവിടം വരെ പിടിക്കുമ്പോഴത്തേക്ക് 8ന്റെ ഇവിടം വരെ പിടിക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ച് പിടിക്കുമ്പോൾ നമുക്ക് 11 കിട്ടും. 11ന്റെ നടു കാണണം 5.5. ആ 5.5യുടെ അവിടെ വേണം 3/4 ഇഞ്ച് മോൾപോട്ട് കയറ്റി വളയ്ക്കേണ്ടത്. 3/4 ഇഞ്ച് മോൾപോട്ട് കയറ്റി വളച്ചേ. ഇനി അത് അവിടെ തന്നെ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് താഴോട്ട് ഇറക്കി വളച്ചേക്കണം. അത് കൈ വെട്ടുന്നവർക്ക് പല പ്രാവശ്യം വെട്ടുന്നവർക്ക് മനസ്സിലാവും. അവിടെ വളച്ചിട്ട് ഇനി കട്ട് ചെയ്തെടുത്താൽ മതി. ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വർക്ക് എന്തുവാന്ന് വെച്ചാല് സാരി ബ്ലൗസ് തന്നെ, പക്ഷെ കട്ടിങ് ഒന്നും വേണ്ട. പ്രിൻസസ് കട്ട് എന്നും പറഞ്ഞുകൊണ്ടൊരു കട്ടുണ്ട്. മുൻവശത്ത് തയ്യൽ മാത്രം ഈ ടക്ക് ഇടുന്നത് പോലെ തന്നെ. അപ്പം ബാക്ക് ഓപ്പൺ പോവാ, അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, തയ്യലും കട്ടിങ്ങും ഒന്നുമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് പടികളും ഒന്നും പിടിപ്പിക്കുന്നു. ആദ്യം തന്നെ ഞാൻ ഇതിന്റെ കൈകൾ ഇനി കട്ട് ചെയ്ത് മാറ്റുവാണ്. ഈ കൈകൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനുശേഷം ബാക്കി പറയാം. അപ്പൊ നമ്മൾ ബ്ലൗസിന്റെ കൈകൾ കട്ട് ചെയ്ത് മാറ്റിയേ. ഇനി നമ്മള് തുണി 4ആയിട്ട് ഇടുവാണ്. തേരുവശം സൈഡിൽ വരത്തക്ക വിധം തുണി 4ആയിട്ട് ഇട്ട് അതിനുശേഷം പറഞ്ഞില്ലേ കട്ടിങ് ഒന്നുമില്ല, ഇത് 2ആയിട്ടിട്ടു. പിന്നെ ഒന്നുകൂടി ഇടും, 4ആയിട്ടിട്ടു. 4ആയിട്ടിട്ടിട്ട് നമ്മൾ ഇതിന്റെ മോൾപോട്ട് ലൈനിങ് ഇടുവാണ്. കാരണം നമ്മൾ വരയ്ക്കുന്നതുണ്ടല്ലോ, ലൈനിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഇട്ടിട്ട് നമ്മൾ അടിയിൽ നിന്ന് മോൾപോട്ട് ഇറക്കാം. കാരണം ഇവിടെ തുണി ഉണ്ടെങ്കിൽ കിടന്നോട്ടെ. ഇറക്കം അടയാളപ്പെടുത്തുവാണ്. ഇറക്കം തയ്യൽ ഉൾപ്പെടെ എനിക്ക് 15 ഇഞ്ചാണ് വേണ്ടത്, 16 ഇഞ്ചാണ് വേണ്ട തയ്യൽ ഉൾപ്പെടെ. 16 അടയാളപ്പെടുത്തി ചോക്ക് ചോക്ക് എത്ര ഇട്ടാലും കാണത്തില്ല. നമ്മള് 16 ഇഞ്ച് അടയാളപ്പെടുത്തുവാണേ. 16 അടയാളപ്പെടുത്തി. കഴുത്തിന്റെ അകലം ഞാൻ അടയാളപ്പെടുത്തുന്നത് 2.5 ഇഞ്ചാണ്. 2.5 അടയാളപ്പെടുത്തി. ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഞാൻ അടയാളപ്പെടുത്തുവാണ്. ആദ്യം നമ്മൾ ഏത് ഇറക്കം കുറഞ്ഞ കഴുത്താണോ അതാണ് ആദ്യം വെട്ടുന്നത്. ബാക്ക് കഴുത്ത് ഞാൻ 8.5 അടയാളപ്പെടുത്തുവാണ്. 8.5 അടയാളപ്പെടുത്തി നല്ലപോലെ കുനിച്ച് യു ആകൃതി വെട്ടിയെടുത്തില്ല, വരച്ചിട്ടു. ഇനി ഫ്രണ്ടിലത്തെ കഴുത്തിറക്കം ഞാൻ 7 ഇഞ്ച് എടുക്കുവാണ്. അതും നമ്മൾ നല്ലതുപോലെ റൗണ്ടാക്കി വരച്ചിട്ടു. ഇനി ഞാൻ ഷോൾഡർ എടുക്കുന്ന 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ചാണ്. കൈക്കുഴി ഞാൻ 5.5 ഇഞ്ച് എടുക്കുവാണ്. ഇനി വണ്ണം ഞാൻ ഫ്രണ്ടിലത്തെ വണ്ണം ബാക്കിലെ വണ്ണം നമ്മൾ ഒന്നിച്ചിട്ട് വെട്ടിക്കഴിഞ്ഞ് ബാക്കിലെ വണ്ണം 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ 11 എടുക്കുവാണ്. 1/2 ഇഞ്ച് ബാക്കിലെ കളയാനുള്ളതാണ്. ഒന്നിച്ചിട്ട് വെട്ടുമ്പോൾ അങ്ങനെ എടുക്കാം. അല്ലാതെ നമ്മൾ നേരത്തെ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പുറകിലത്തെ പീസാണ് വെട്ടിയെടുക്കുന്നത്.
ബ്ലൗസിന്റെ. അപ്പൊ നമ്മൾ 1/2 ഇഞ്ച് വെട്ടി കളഞ്ഞിട്ട് 1/2 ഇഞ്ച് കുറച്ചെടുത്തിട്ട് ഫ്രണ്ടിലത്തെ പീസ് വരുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയാണ് എടുക്കുന്നത്. ഇതിപ്പം രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചിട്ട് വെട്ടുവാണ്. എനിക്ക് തിരക്കാണ്, അതുകൊണ്ട് തന്നെയല്ല. ഞാനിത് വേറെ കട്ടിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ എന്നും കൊണ്ടാണ്. ഈ 11 തന്നെ ഞാൻ ഈ താഴെ അടയാളപ്പെടുത്തുവാണ്. എന്താ 1 ഇഞ്ച് നമുക്കിവിടെ കളയാനുള്ളത്, പക്ഷെ ഞാൻ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് കളയത്തുള്ളൂ, അല്ലെ ലെവലായിട്ട് വരത്തില്ല. ഇത്രയാണ് ഒരു ബ്ലൗസിന്റെ ഒരു വലിയ കട്ടിങ് ഒന്നും ഇല്ലാത്ത പ്രിൻസ് കട്ടെന്നുള്ള ഒരു കട്ടിന്റെ ബ്ലൗസ്. പിന്നെ നമ്മളിവിടെ ഒരു തയ്യൽ വരും കേട്ടോ, ഇവിടെ. അതായത് 4 ഇഞ്ച് അകലത്തിലാണ്. ഇവിടുന്ന് 4 ഇഞ്ച് അകലം വരണേ. 4 ഇഞ്ച് അകലത്തിൽ ഈ പോയിന്റ് വരും. ഇങ്ങനാണ്, ഇങ്ങനെ വളച്ചു പോവുക. കാണാൻ പറ്റുന്നുണ്ടോ? കാണിച്ചു തരാം. ഇതാണ്ട, ഇങ്ങനൊരു തയ്യൽ മാത്രമേ വരത്തുള്ളൂ ഫ്രണ്ട് പീസാല്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം എളുപ്പം. ഇന്നലത്തെ കുറച്ച് തുണി കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് തയ്ക്കാൻ പോകാം. അപ്പൊ നമ്മൾ ഈ പടി പിടിപ്പിക്കുന്നില്ലേ, ക്രോസ് കട്ട് വെട്ടി, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ നേരെ ഇതേ ലൈനിങ്ങിൽ തന്നെ തയ്ച്ച് പിടിപ്പിക്കാൻ പോവാണേ. നമുക്ക് അപ്പോൾ എളുപ്പം തയ്ച്ചുകൊണ്ട് വരാം. കട തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. ഏഞ്ചൽ ബിൻ്റെ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വർക്ക് എന്തുവാന്ന് വെച്ചാൽ സാരി ബ്ലൗസ് തന്നെ, പക്ഷെ കട്ടിങ് ഒന്നും വേണ്ട. പ്രിൻസസ് കട്ടെന്നും പറഞ്ഞുകൊണ്ടൊരു കട്ടുണ്ട്, മുൻവശത്ത് തയ്യൽ മാത്രം, ഈ ടക്കിടുന്നത് പോലെ തന്നെ. അപ്പം ബാക്ക് ഓപ്പൺ പോവാ, അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കൈക്ക് 8.5 തയ്യലൂടെ കൂട്ടി മടക്കി അടിക്കാനും എല്ലാം കൂടെ കൂട്ടി 8.5 മതി ഇതിന്റെ. ആ 8.5 എടുത്തു അടയാളപ്പെടുത്തി. ആ 8.5 തന്നെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി, തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട്. പിന്നെ ഒരു 4 ഇഞ്ചിന്റെ അവിടെ ഒരു പോയിന്റ് ഇട്ടു. എന്താന്ന് വെച്ചാൽ ആ 4 ഇഞ്ച് വരെ നമുക്ക് കളയാനുള്ളതാണ്. എന്നിട്ട് കൈവണ്ണം 6 ആണ്. 6ന്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 7 ഇട്ടു. ഇനി നമ്മൾ ഈ 4 അടയാളപ്പെടുത്തിയില്ലേ, ആ 4 അടയാളപ്പെടുത്തിയെന്ന് ഇവിടോട്ട് ഈ 7 ഇഞ്ചിന്റെ അവിടോട്ട് നമ്മൾ വരച്ചു. പിന്നെ ഇനി നമ്മളിവിടെ 8.5 അടയാളപ്പെടുത്തിയില്ലേ, ഈ 8.5 അടയാളപ്പെടുത്തിയെന്ന് നമ്മൾ ഇങ്ങോട്ട് വളച്ച് വരയ്ക്കുവാണ്. അതിനുശേഷം നമ്മൾ ഈ കൈ കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ഫ്രണ്ട് പീസാണ് തയ്ച്ചെടുക്കാൻ പോകുന്നത്. ലൈനിങ്ങിന്റെ മുകളിലോട്ട്, ലൈനിങ്ങിന്റെ നല്ല വശം നമ്മൾ വരച്ചില്ലേ, ആ വശത്തിന് മുകളിലോട്ട് ഈ ബ്ലൗസിന്റെ നല്ല ഭാഗം ഇട്ടും കൊണ്ട് നമ്മൾ ഈ കഴുത്ത് എങ്ങനാണോ വരച്ചിട്ട് വെട്ടിയെടുത്തത് അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കാൻ പോവുകയാണേ. നമ്മൾ ഒരടി അടിച്ചു, അത് സെറ്റാക്കി വെച്ച്. ഇനി ഈ നല്ല ഭാഗം ഉണ്ടല്ലോ, ഈ നല്ല ഭാഗത്തിന്റെ മുകളിൽ കൂടെ നമ്മൾ ഇത് ഒരടി അടിക്കുക. വേണേൽ രണ്ടാമത് ഒരടിയും കൂടെ അടിക്കുക, ഇല്ലെങ്കിൽ കൈത്തയ്യൽ തയ്ച്ചാലും മതി. കൈത്തയ്യൽ തയ്ക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ കഴുത്ത് ശരിയാക്കി എടുത്തേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ ഇങ്ങനെ ഒരു തയ്യൽ വരുമെന്ന് പറയില്ലേ, അതിനാദ്യം ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് തയ്ച്ചതിന് ശേഷം, എന്നിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഇതിലൂടെ ടെക്കിട്ടെടുക്കാവുള്ളൂ. ഇങ്ങനെ 2 തയ്യലും വരും കണ്ടോ. ഈ നടുക്കൊരു തയ്യൽ ഇങ്ങനെ വരും. അപ്പോൾ ഈ 3 തയ്യലും ഞാൻ തയ്ച്ചോട്ട് ഓടി വരാം. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു തയ്യൽ തയ്ക്കണം. നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷമേ പിന്നെ ഇങ്ങനെ ടക്കിടാവുള്ളൂ. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് എല്ലാം നമ്മൾ റെഡിയാക്കി എല്ലാം പിടിച്ച് അടിയും പിടിപ്പിച്ച് എല്ലാം ചെയ്തു. ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്ക് പീസും അതിൻ്റെ കഴുത്തും എല്ലാം തയ്ച്ചുകൊണ്ട് വരാവേ. കഴുത്ത് തയ്ച്ചിട്ട് ഒരടി അടിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഷോൾഡർ പിടിപ്പിച്ചതിന് ശേഷമേ തിരിച്ചിട്ടിട്ട് അടിക്കത്തുള്ളൂ. കാണിച്ചു തരാം. നമ്മൾ ഷോൾഡർ പിടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ബാക്ക് പീസിൽ ഒരടി അടിച്ചു. അത് കഴിഞ്ഞ് നമ്മളിതങ്ങോട്ട് മാറ്റിയിടുവാണ്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് സെറ്റാക്കി വെച്ചില്ലേ, അതെടുത്ത് ഇതിൻ്റെ മോൾപോട്ട് ഇടുക. നല്ല വശത്തിൻ്റെ മോൾപോട്ട് വെക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ മോൾപോട്ട് വെച്ചതിന് ശേഷം ഇത് തിരിച്ച് കമത്തിയിടുക. എന്നിട്ട് ഇതിലെങ്ങ് അടിച്ചു പോരുക. എന്നിപ്പോൾ നമ്മുടെ ഈ തുമ്പുണ്ടല്ലോ അങ്ങ് അകത്തായി പോയിക്കോളൂ, വെളിയിൽ കാണത്തില്ല. അപ്പം ഞാൻ അങ്ങനെ തയ്ച്ചുകൊണ്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി കഴുത്ത് പിടിപ്പിച്ചു, ബാക്കി പടി പിടിപ്പിച്ചു, അടിഭാഗത്തും ഒരു പടി പിടിപ്പിച്ചു.
പിന്നെ ഈ ഷോൾഡർ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അടിച്ചെടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ തന്നെ നമുക്ക് തയ്യൽ കാണാതെ വരും. തയ്യൽ നമുക്ക് അകത്ത് കയറിപ്പോവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് കൈ അപ്പുറം ഇപ്പുറം പിടിപ്പിച്ച് സൈഡും കൂട്ടിയടിക്കാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ അല്ല ഈ ബ്ലൗസിന്റെ പണി. അപ്പം നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സൈഡ് ഒതുക്കുന്നു, ഒരു ഇഞ്ച് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അത് ഞാനിതെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് അന്നേരം നമുക്കിവിടെ നിരപ്പാക്കി എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിൽ അതും ശരിയാക്കി എടുക്കാം. എന്നിട്ട് ഇവിടെ ഏറ്റക്കുറച്ചിലുകളുണ്ട്, അതും ശരിയാക്കി എടുക്കാം. ഇവിടെ നീ കുറച്ച് കളയുകയും ചെയ്യാം, ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേണ്ട ഈ ബ്ലൗസിന്റെ പണി പൂർത്തിയായി. ഇതിലെന്തോന്ന് വെച്ചാൽ കൈത്തയ്യലില്ലായിരുന്നു, ഹെമ്മിങ് ഇല്ലായിരുന്നു, പിന്നെ ഇവിടെ പടി പിടിപ്പിക്കണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ കട്ടിങ് ഇല്ലായിരുന്നു. ഇങ്ങനെ കട്ടിങ് വെക്കത്തില്ലേ, അതില്ലായിരുന്നു, ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് എളുപ്പം പൂർത്തിയായത്. ഇതാണ് എളുപ്പം പൂർത്തിയാക്കുന്നത്. ഇത് ബാക്ക് ഓപ്പൺ ആണ്.